ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ BJP നേതാവായ PC ജോർജ് ഇന്നാണ് പോലീസിന് മുമ്പാകെ ഹാജരാകുക. ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലോ പാലാ DYSPക്ക് മുന്നിലോ അദ്ദേഹം ഹാജരാകും. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പൂഞ്ഞാറിലെ വീട്ടിൽ പോലീസുകാർ എത്തിയിരുന്നു 2 തവണ ഈ നോട്ടീസ് സർവ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെയും അതുപോലെ ചില TV ചാനലുകളിലും അദ്ദേഹം മുങ്ങിക്കളഞ്ഞു എന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹം തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പോലീസിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം ഹാജരാകും. ഹാജരായി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. മറ്റെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. പൂഞ്ഞാർ തെക്കേക്കരയിലെ PC ജോർജിൻ്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. PC ജോർജ് വീട്ടിലുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരുക്കങ്ങൾ? അദ്ദേഹം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. PC ജോർജ് എന്തായാലും വീട്ടിലില്ല എന്നാണ് വീട്ടുകാരെല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് ഷോൺ ജോർജുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ല. ഷോൺ ജോർജ് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ മാധ്യമപ്പടയും അതുപോലെ തന്നെ പോലീസുകാരുടെ ഒരു സാന്നിധ്യമൊക്കെ ഈ വീടിന് പരിസരത്തുണ്ട്. നമ്മൾ വരുന്ന സമയത്തൊക്കെ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവർ ഏതായാലും PC ജോർജ് ഈ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ജില്ലാ ഘടകം ഒരു കർശനമായ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഭൂരിപക്ഷം പ്രവർത്തകരെയും PC ജോർജിൻ്റെ ഈ വീട്ടിലേക്ക് കേന്ദ്രീകരിക്കുക എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ എന്തായാലും ജാമ്യം ലഭിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മറ്റൊരു കേസിൽ അദ്ദേഹം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന തരത്തിലൊക്കെയാണ് പോലീസ് കേസിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായൊരു ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു 9:30 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് പൂഞ്ഞാർ തെക്കേക്കരയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന PCയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഇവിടേക്ക് പ്രവർത്തകരും ആ സമയത്തേക്ക് എത്തിച്ചേരും. വേണ്ടി വന്നാൽ ഒരു പ്രകടനമായി തന്നെ പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് ഒരു തീരുമാനം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പാലാ DYSP ഓഫീസിലേക്കായിരിക്കും അദ്ദേഹം പോവുക. എന്തായാലും PC ജോർജിനെ ഒരു വലിയ സ്വീകരണം ഈ മേഖലയിൽ നിന്ന് ഒരുക്കാൻ കഴിയും. നമുക്കറിയാം BJPയുടെ ഒരു ശക്തി കേന്ദ്രമല്ല ഈരാറ്റുപേട്ട. വലിയ പ്രതിഷേധങ്ങളൊക്കെ BJPക്കെതിരെയും PC ജോർജിനെതിരെയും ഉയരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇവിടുത്തെ വലിയൊരു വിഭാഗം ആളുകൾ PC ജോർജിനൊപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ PC ജോർജിന് എതിരായി തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJP മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു പ്രവർത്തകരെ ഇങ്ങോട്ടെത്തിച്ച് PCക്ക് ജില്ലാ ഘടകത്തിൻ്റെ ഒരു പിന്തുണ ഉറപ്പിക്കാനുള്ളൊരു നീക്കമായിരിക്കും നടക്കുക. എന്തായാലും 9:30 മണിയോടുകൂടി PC ജോർജ് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അതിനുശേഷം ഒരു പ്രകടനമായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ അതിന് മുൻപ് നിലപാടും വിശദീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും, മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഹാജരാവുക എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പൂഞ്ഞാറിലെ PC ജോർജിൻ്റെ വസതിക്ക് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്